ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല മിസ്റ്റർ സച്ചി. എന്ത് റിസ്ക് എടുത്തിട്ടായാലും ആ മകളെ അമ്മയുടെ അടുത്ത് എത്തിച്ചേ പറ്റൂ. അമ്മയുടെ അവസ്ഥ നിങ്ങൾക്കറിയാലോ. ഇവിടെ നിങ്ങളാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. നീ എന്താടി കരുതിയത്? എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്നോ? എന്തായാലും എന്നെ ഇല്ലാതാക്കാൻ രണ്ടും കൂടി കച്ചവട്ടി വന്നതല്ലേ. ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് പോയാ മതി. എന്റെ പൊന്നു മോളെ, ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. വെറുതെ ഒരു കാര്യമില്ലാതെ എന്റെ മോളെ എന്തിനാ ഉപദ്രവിക്കുന്നേ? എത്ര ദിവസം നീ അവളെ പൂട്ടിയിട്ടു? ഇവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ലമ്മേ. ഇവർക്ക് മനുഷ്യരെ മനസ്സിലാകില്ല. അവർ അനുഭവിക്കുന്ന സങ്കടങ്ങളോ വിഷമങ്ങളോ ഒന്നും മനസ്സിലാകില്ല. സ്വന്തം കാര്യത്തിന് വേണ്ടി ആരോടും എന്ത് ദ്രോഹം വേണമെങ്കിലും ചെയ്യും. ആ സന്ദീപ് എന്നെ ഇത്രയേറെ ദ്രോഹിച്ചപ്പോ നിങ്ങൾ കണ്ടു രസിക്കായിരുന്നല്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ആരുടെയോ വക്കാലത്തുമായിട്ട് ഇവിടെ കയറി വന്ന് എന്റെ രഹസ്യങ്ങൾ തോണ്ടിയെടുക്കാന്ന് അമ്മയും മോളും അങ്ങ് വിചാരിച്ചല്ലേ? ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ചാലും ഇവിടുത്തെ ക്യാമറ കണ്ണുകളെ വെട്ടിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. എന്റെ പൊന്നു മോളെ, നീ ഞങ്ങളോട് ക്ഷമിക്ക്. ഓ, മോള് ഞങ്ങളെ തെറ്റിദ്ധരിച്ചതാ. ഞങ്ങളെ വിട്ടേക്ക്. ഞങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോളാം. ഇനി എന്റെ മോളെ ഉപദ്രവിക്കരുത്. അമ്മായി മോളുടെ കാല് പിടിക്കാം. മിണ്ടി പോരുത്. എന്നെ കൊടുക്കാൻ മറ്റാരുടെ കയ്യിൽ നിന്നോ പണം വാങ്ങിയിട്ടാ നിങ്ങൾ ഇവിടെ വന്നേന്ന് എനിക്ക് മനസ്സിലായി. ഇനി നിങ്ങളെ ഇവിടുന്ന് പുറത്തു വിട്ടാ എനിക്ക് അപകടമാ. മര്യാദക്കകത്തേക്ക് കയറ്. നടക്കാനല്ലേ പറഞ്ഞേ? മൂർത്തി, ഇങ്ങോട്ട് വാടി. നടക്കിങ്ങോട്ട്. അയ്യോ, നടക്ക. രണ്ടെണ്ണോ ഇനി ഈ വീട്ടിൽ തടങ്കല്ലായിരിക്കും. ഈ വീട് വിട്ട് പുറത്തെങ്ങാനും പോവാൻ രണ്ടിനും അനുവാദം ഉണ്ടായിരിക്കില്ല. ഇങ്ങോട്ട് നടക്കടി. വാ ഇങ്ങോട്ട്. രണ്ടെണ്ണോ ഇതിനകത്ത് കിടന്നോണം. ഇനി നിങ്ങൾ പുറം ലോകം കാണണോ വേണ്ടോന്ന് ഞാൻ തീരുമാനിക്കും. അമ്മേ, അമ്മ വല്ലതും കഴിച്ചായിരുന്നോ? ഡോക്ടർ വന്നായിരുന്നോ അമ്മേ? അമ്മ എന്താന്ന് സംസാരിക്കാത്തെ? അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സച്ചി, ഒന്ന് വന്നേ. സച്ചി, നമുക്ക് ഡോക്ടറെ ഒന്ന് കണ്ടാലോ? കാര്യങ്ങൾ ഒന്നുകൂടി സംസാരിക്കാം. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടാവുമെന്ന് എനിക്ക് സംശയം. ഞാനും വരാം. നമുക്ക് ഡോക്ടറെ കണ്ടിട്ടൊരു തീരുമാനം എടുക്കാം. ആ, അമ്മേ, ഞങ്ങളിപ്പോ വരാം.
ഡോക്ടർ യെസ്, വരൂ, ഇരിക്കൂ. രണ്ടുപേരും അമ്മയെ കണ്ടോ? ആ കണ്ടു. പക്ഷെ ഞങ്ങൾ എന്തൊക്കെ ചോദിച്ചിട്ടും അമ്മ ഒന്നും സംസാരിക്കുന്നില്ല. തികച്ചും ഒരു മെന്റൽ പേഷ്യന്റിന്റെ ഭാവത്തിലാ അമ്മ ഇപ്പോ. അതെ, അമ്മയുടെ മാനസിക നില പ്രശ്നത്തിൽ തന്നെയാണ്. എന്താ ഡോക്ടർ ചെയ്യേണ്ടത്? അടിക്കടി ഉണ്ടായ ദുരന്തങ്ങളാണ് അമ്മയുടെ ഈ മെന്റൽ പ്രോബ്ലം ഉണ്ടാവാൻ കാരണം. ഈ നില തുടർന്നാൽ ചിലപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇങ്ങനൊരു അവസ്ഥയിൽ അമ്മയെ കാണുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഡോക്ടർ. സച്ചിയുടെ കുടുംബത്തിന്റെ എല്ലാമാണ് അമ്മ. എങ്ങനെയെങ്കിലും അമ്മയെ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം ഡോക്ടർ. അവരുടെ മകള് ജീവിച്ചിരിപ്പുണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആ അതെ ഡോക്ടർ. പക്ഷെ ഞാൻ പറഞ്ഞല്ല, അവളിപ്പോ മറ്റൊരാളുടെ ഭാര്യയാ. സിറ്റുവേഷൻസ് ഒക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങളുടെ അമ്മയുടെ അസുഖം മാറണമെങ്കിൽ അവരുടെ മകളുമായി ഇടപഴകാനുള്ള അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ആ മകളുടെ സ്നേഹം അമ്മയ്ക്ക് കിട്ടണം. മകൾ അമ്മയുടെ അരികിലേക്ക് വന്നേ തീരൂ. അവർ തമ്മിൽ കണ്ടാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരും. ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല മിസ്റ്റർ സച്ചി. എന്ത് റിസ്ക് എടുത്തിട്ടായാലും ആ മകളെ അമ്മയുടെ അടുത്ത് എത്തിച്ചേ പറ്റൂ. അമ്മയുടെ അവസ്ഥ നിങ്ങൾക്കറിയാലോ. ഇവിടെ നിങ്ങളാണൊരു തീരുമാനം എടുക്കേണ്ടത്. നിങ്ങളുടെ അമ്മയുടെ അസുഖവും മുന്നോട്ടുള്ള ജീവിതവും എല്ലാം ആ തീരുമാനത്തിനനുസരിച്ചിരിക്കും. ഞാൻ ഇപ്പൊ തന്നെ അർച്ചനയെ വിളിക്കാം ഡോക്ടർ. എത്രയും പെട്ടെന്ന് അവർ വരട്ടെ, എല്ലാം ശരിയാവും. സമൃദ്ധ എവിടെ? മുറി തന്നെ ഉണ്ട്. ഇന്ന് ഇതുവരെയും മുറിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോ ആഹാരമൊന്നും കഴിച്ചില്ലേ? ഞാൻ ചെന്ന് വിളിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് വിശപ്പില്ലാന്ന് പറഞ്ഞ് താഴേക്ക് വന്നതുപോലുമില്ല. ദേ, ഞാനൊരു കാര്യം പറയാം. കുറച്ച് ദിവസങ്ങളായി അവൾ ഇവിടുത്തെ ഒരു കാര്യവും ശ്രദ്ധിക്കുന്നില്ല. വേറെന്തൊക്കെയോ ആലോചനകളും ഓർമ്മകളും ഒക്കെയാ. അങ്ങനെ ആര് പറഞ്ഞു? എന്തിനാ പറയുന്നേ? അല്ലാതെ തന്നെ എനിക്കിതൊക്കെ അറിയാം. ഇടയ്ക്കിടയ്ക്ക് ഫോണില് ആരോടൊക്കെയോ എന്തൊക്കെയോ സംസാരിക്കുന്നതും കാണാം. പിന്നെ ആരോടും ഒന്നും മിണ്ടാതെ മുറി കയറി ഡോർ അടച്ചിരിക്കും. ഇതിനു മുൻപേ അവൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അവൾക്ക് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എടി, അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്ന. അവൾ ഇവിടെ ആകെ സംസാരിക്കുന്നത് കാണുന്നതേ രാജീവേട്ടനോട് മാത്രാ. എടി, അതിനെന്താ? അല്ല, അതിനൊന്നുമില്ല. ഒന്നും ഉണ്ടാവാതിരുന്നാ മതി. എടി, അവളുടെ ഒരു രഹസ്യം പറച്ചില് എല്ലാം ഞാൻ ശരിയാക്കി കൊടുക്കാം.